പശ്ചിമേഷ്യയിൽ വീണ്ടും പുകയുന്ന സുരക്ഷാ സംഘർഷങ്ങളും വ്യോമപാതകളിലെ നിയന്ത്രണങ്ങളും അന്താരാഷ്ട്ര വിമാന ഗതാഗതത്തെ വൻതോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ പ്രമുഖ വ്യോമയാന കേന്ദ്രങ്ങളായ യുഎഇയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരവധി സർവീസുകൾ ഇതിനോടകം പുനഃക്രമീകരിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനമായി ബാധിക്കപ്പെട്ടിരിക്കുന്നത് യുഎഇക്കും കുവൈറ്റിനും ഇടയിലുള്ള വിമാന സർവീസുകളെയാണ്. മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന അടിയന്തര സാഹചര്യങ്ങൾ മൂലം സർവീസുകൾ തടസ്സപ്പെടുമ്പോൾ ആയിരക്കണക്കിന് പ്രവാസികളും വിനോദസഞ്ചാരികളുമാണ് യാത്രകൾ മാറ്റിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലായിരിക്കുന്നത്. ആഗോള വ്യോമയാന മേഖലയും ഗൾഫ് വിമാന കമ്പനികളും നേരിടുന്ന ഈ അപ്രതീക്ഷിത പ്രതിസന്ധിയെക്കുറിച്ചും യാത്രക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. യുഎഇയിലെ മുൻനിര വിമാന കമ്പനികളായ എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, അതുപോലെ എയർ അറേബ്യ എന്നിവയെല്ലാം കുവൈറ്റിലേക്കും തിരിച്ചുമുള്ള തങ്ങളുടെ പ്രധാന സർവീസുകൾ റദ്ദാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് ദിവസേന സർവീസ് നടത്തുന്ന EK853, EK855, EK857, EK859 എന്നീ വിമാനങ്ങളും ഇവയുടെ മടക്കയാത്രകളായ EK854, EK856, EK858, EK860 സർവീസുകളുമാണ് എമിറേറ്റ്സ് റദ്ദാക്കിയത്. കോഡ് ഷെയർ പങ്കാളികൾ നടത്തുന്ന സർവീസുകൾ ഉപയോഗിക്കുന്ന യാത്രക്കാർ അതത് വിമാന കമ്പനികളുടെ വെബ്സൈറ്റുകൾ വഴി തത്സമയ വിവരങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് എമിറേറ്റ്സ് വ്യക്തമാക്കുന്നു. അബുദാബിയിലെ സയ്യിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെടുന്ന ഇത്തിഹാദ് എയർവേസിന്റെ EY653, EY654 വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തനപരമായ പ്രതിസന്ധികളും സുരക്ഷ മുൻനിർത്തിയുള്ള പാത വ്യതിയാനങ്ങളുമാണ് ഇതിന് കാരണമായി കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. ഷാർജ, അബുദാബി കേന്ദ്രങ്ങളിൽ നിന്നുള്ള എയർ അറേബ്യയുടെ G93L കോഡുകളിലുള്ള ഒട്ടേറെ കുവൈറ്റ് സർവീസുകളും റദ്ദാക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു. അതേസമയം ഫ്ലൈ ദുബായ് തങ്ങളുടെ ചില നിർണായക സർവീസുകൾ തുടരുന്നുണ്ടെങ്കിലും യാത്രക്കാർ സമയക്രമത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ മുന്നിൽ കാണണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇത് കേവലം 2 ഗൾഫ് രാജ്യങ്ങൾക്കിടയിലുള്ള സർവീസുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രാദേശിക വിഷയമല്ല. പശ്ചിമേഷ്യൻ മേഖലയാകെ നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷവും അയൽ രാജ്യങ്ങളുടെ വ്യോമപാതകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭാഗിക വിലക്കുകളും ആഗോള വ്യോമയാന മേഖലയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സിംഗപ്പൂർ എയർലൈൻസ്, ബ്രിട്ടീഷ് എയർവേസ്, എയർ കാനഡ, ലുഫ്താൻസ ഗ്രൂപ്പ്, കാഥെ പസഫിക്, അതുപോലെ KLM, എയർ ഫ്രാൻസ് തുടങ്ങി ലോകത്തെ മുൻനിര അന്താരാഷ്ട്ര വിമാന കമ്പനികൾ പലതും ദുബായ് അടക്കമുള്ള ഗൾഫ് നഗരങ്ങളിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ മാസങ്ങളോളം നീളുന്ന തീയതികളിലേക്ക് മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. സുരക്ഷിതമായ വ്യോമപാതകൾ തേടി വിമാനങ്ങൾ യാത്ര വഴിതിരിച്ചു വിടുമ്പോൾ യാത്രാ സമയത്തിൽ 1 മുതൽ 3 മണിക്കൂർ വരെ അധിക വർധനവുണ്ടാകുന്നുണ്ട്. ഇത് വിമാന കമ്പനികളുടെ ഇന്ധന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും വിമാനത്താവളങ്ങളിലെ ലേ ഓവർ സമയവും കണക്റ്റിംഗ് സർവീസുകളും സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ബാഗേജ് കൈമാറ്റം വൈകുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. യുദ്ധഭീഷണിയും ആക്രമണ സാധ്യതകളും നിലനിൽക്കുന്ന മേഖലകൾ ഒഴിവാക്കി സഞ്ചരിക്കുക എന്നത് യാത്രാ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് ഇത്തരമൊരു ഭീമമായ സാമ്പത്തിക നഷ്ടവും സാങ്കേതിക പ്രയാസങ്ങളും വിമാന കമ്പനികൾ ഏറ്റെടുക്കുന്നത്. മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്ന് പ്രമുഖ പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിർദ്ദേശങ്ങൾ പുതുക്കി നൽകിയിട്ടുണ്ട്. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ കുവൈറ്റിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബഹ്റൈൻ, സൗദി അറേബ്യയുടെ അതിർത്തി പ്രദേശങ്ങൾ, ജോർദൻ, യമൻ അതിർത്തികൾ എന്നിവിടങ്ങളിലെ സുരക്ഷാ സാഹചര്യം പെട്ടെന്ന് മാറിമറിയാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. UAE, ഒമാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളും ദൈനംദിന ജീവിതവും സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിദേശ യാത്രക്കാർ പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ഔദ്യോഗിക ഏജൻസികളുടെയും അറിയിപ്പുകൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. യാത്രാ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ പരിഭ്രാന്തരാകാതെ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും മാത്രം വിവരങ്ങൾ ശേഖരിക്കാനാണ് സുരക്ഷാ ഏജൻസികൾ ആവശ്യപ്പെടുന്നത്. ഇത്തരം അപ്രതീക്ഷിത റദ്ദാക്കലുകളും വൈകൽ സംഭവങ്ങളും നേരിടുമ്പോൾ യാത്രക്കാർ അത്യധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി വിമാനത്തിന്റെ നിലവിലെ സ്ഥിതി അതത് കമ്പനികളുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിലൂടെയോ മാത്രം പരിശോധിക്കുക. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അസ്ഥിരമായ അഭ്യൂഹങ്ങളെ ആശ്രയിക്കുന്നത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. ടിക്കറ്റ് ബുക്കിംഗ് സമയത്ത് നൽകിയിട്ടുള്ള ഫോൺ നമ്പരും ഇമെയിൽ വിലാസവും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നത് വിമാന കമ്പനികളിൽ നിന്നുള്ള തത്സമയ സന്ദേശങ്ങൾ ലഭിക്കാൻ സഹായിക്കും. സർവീസുകൾ റദ്ദാക്കുകയോ സമയമാറ്റം വരികയോ ചെയ്താൽ ബദൽ യാത്രാ സൗകര്യങ്ങൾ, ടിക്കറ്റ് തുക തിരികെ ലഭിക്കൽ, തീയതി മാറ്റൽ എന്നിവയ്ക്കായി വിമാന കമ്പനികളുടെ കസ്റ്റമർ കെയർ വിഭാഗവുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. വേനൽക്കാല യാത്രാ തിരക്ക് നിലനിൽക്കുന്നതിനാൽ സാധാരണ സമയത്തേക്കാൾ മുൻകൂട്ടി വിമാനത്താവളങ്ങളിൽ എത്തുന്നതും സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കാൻ സഹായിക്കും. പശ്ചിമേഷ്യൻ വ്യോമപാതയിലെ മാറ്റങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എന്നതിനാൽ കൃത്യമായ ആസൂത്രണവും ജാഗ്രതയും മാത്രമാണ് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താനുള്ള ഏക വഴി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.